ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 8-നാണ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ ഞെട്ടിച്ച വമ്പൻ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് എങ്ങനെയാണ് BJP തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നതെന്ന് കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ ഉദാഹരണങ്ങൾ എടുത്തുവെച്ച് വിവരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരയിലെ ലക്ഷത്തിലേറെ വരുന്ന വ്യാജ വോട്ടുകളുടെ കണക്കുകൾ രാജ്യം മുഴുവൻ കാണുകെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അക്കമിട്ടു നിരത്തി രാഹുൽ. ആ വാർത്താ സമ്മേളനത്തിന്റെ ചൂടാറും മുൻപ് തന്നെ അന്നു രാത്രി തന്റെ ഔദ്യോഗിക വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കൾക്കായി ഒരു അത്താഴ വിരുന്നും ഒരുക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല കാരണങ്ങളാൽ ഛിന്ന ഭിന്നമായ മുന്നണിയിലെ നേതാക്കളെ ഒരു പന്തലിന് കീഴിൽ അണിനിരത്തുകയായിരുന്നു രാഹുൽ. വിരുന്നിന് മുൻപ് ഒരിക്കൽ കൂടി ആ വോട്ട് കൊള്ളയുടെ അല്ലെങ്കിൽ വോട്ട് ചോരിയുടെ കണക്കുകൾ ഓരോന്നായി അവതരിപ്പിച്ചു. അന്ന് രാഹുൽ തുറന്നുവിട്ട ആ കൊടുങ്കാറ്റ് ഇപ്പോൾ രാജ്യമെങ്ങും ആഞ്ഞു വീശുകയാണ്. മുന്നണിയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായി നേതാക്കളെല്ലാം തെരുവിലിറങ്ങിയ വലിയ പ്രക്ഷോഭത്തിനും രാജ്യ തലസ്ഥാനം സാക്ഷിയായി. ആ പ്രക്ഷോഭത്തിന് പിന്നാലെ രാഹുലിന്റെ പാത പിന്തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാക്കളുടെ ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വർദ്ധിത വീര്യത്തോടെ കളത്തിലിറങ്ങുകയാണോ ഇന്ത്യ സഖ്യം? വോട്ട് ചോരിയും ബീഹാറിലെ SIR-ഉം തുറന്നുവിട്ട പ്രതിഷേധ തീയിൽ നിന്ന് കത്തിപ്പടരുമോ പ്രതിപക്ഷ മുന്നേറ്റം? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂലൈ 8-ന് രാഹുലിന്റെ ഔദ്യോഗിക വസതിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയത് ചില്ലറക്കാരായിരുന്നില്ല. പ്രതിപക്ഷ നിരയിലെ ഒരുവിധം എല്ലാ കക്ഷികളുടെയും ഏറ്റവും തലമുതിർന്ന നേതാക്കൾ തന്നെ ആ വിരുന്നിന് എത്തിയിരുന്നു. ശരത് പവാർ, ഫറൂഖ് അബ്ദുള്ള, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, അഭിഷേക് ബാനർജി, D. രാജ, MA ബേബി, TR ബാലു, മെഹബൂബ മുഫ്തി, കമൽ ഹാസൻ, ആദിത്യ താക്കറെ, കനിമൊഴി, സുപ്രിയ സുലെ, ഡിംപിൾ യാദവ്, ഡെറിക് ഒബ്രിയാൻ, സഞ്ജയ് റാവത്ത്. ആ നിര അങ്ങനെ നീളുന്നു. കേരളത്തിൽ നിന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയും NK പ്രേമചന്ദ്രനുമെല്ലാം ഉണ്ടായിരുന്നു. രേവന്ത് റെഡ്ഡി, സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും സോണിയാഗാന്ധി, ഖാർഗെ മുതലുള്ള കോൺഗ്രസ് നേതാക്കളും ആതിഥേയരായി വിരുന്നിൽ ഓടി നടന്നു. ആ ചടങ്ങിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നത് കണ്ടു. എല്ലാവരും ഒരേ ശബ്ദത്തിലാണ് രാഹുലിന്റെ വാദങ്ങൾ ആവർത്തിച്ചത്. ആ അത്താഴ വിരുന്നിൽ കണ്ട ഐക്യം പിന്നീട് തെരുവിലേക്കും പടരുന്ന കാഴ്ചയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടത്. തിങ്കളാഴ്ച രാജ്യ തലസ്ഥാനം അസാധാരണമായ കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ കുറച്ചു കാലമായി തെരുവിലൊന്നും അധികം കാണാത്ത VIP നേതാക്കൾ, രാഷ്ട്രീയ പ്രമുഖരെല്ലാം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയ അഭൂതപൂർവവും അസാധാരണവുമായ കാഴ്ച. തലമുതിർന്ന നേതാക്കളായ ശരത് പവാർ, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവർ മുതൽ രാഹുൽ, പ്രിയങ്ക, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, മഹുവ മൊയ്ത്ര, സഞ്ജയ് റാവത്ത്, ജോൺ ബ്രിട്ടാസ് വരെയുള്ള നേതാക്കളെല്ലാം ആ നിരയിലുണ്ടായിരുന്നു. മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയ AAP-യുടെ സഞ്ജയ് സിംഗിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളും പ്രക്ഷോഭത്തിന്റെ ഭാഗമാകാൻ എത്തിയതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ 300-ലേറെ MP-മാരാണ് പ്രതിഷേധത്തിൽ അണിനിരുന്നത്. പാർലമെന്റ് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം വരെയായിരുന്നു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. പാർലമെന്റിലെ മകരാദ്വാറിൽ നിന്നും തുടക്കം കുറിച്ച മാർച്ചിൽ ദേശീയഗാനം ആലപിച്ചാണ് നേതാക്കൾ അടിവെച്ചു നീങ്ങിയത്. വെള്ളത്തൊപ്പിയണിഞ്ഞ് SIR-നും വോട്ട് ചോരിക്കുമെതിരായ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളും ബാനറുകളുമായി അവർ മാർച്ച് ചെയ്തു. SP-യുടെയും ഇടത് പാർട്ടികളുടെയും തൃണമൂലിന്റെയും കോൺഗ്രസിന്റെയും RJD-യുടെയും എല്ലാം ബഹുവർണ്ണ കൊടികൾ കൊണ്ട് നിറഞ്ഞ ഡൽഹിയുടെ രാജവീഥിയിൽ അപൂർവമായ ഐക്യത്തിന്റെ വർണ്ണരാജിയായിരുന്നു. രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ നോക്കി നിന്ന ആ പ്രതിഷേധം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തും മുൻപേ ഡൽഹി പോലീസ് തടഞ്ഞു. 30 പേരെ മാത്രമേ കമ്മീഷൻ ഓഫീസിലേക്ക് കടത്തിവിടൂ എന്ന് പോലീസ് പ്രഖ്യാപിച്ചു. എന്നാൽ കമ്മീഷന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ അഖിലേഷും മഹുവയും സുഷ്മിത ദേവുമെല്ലാം ചാടിക്കടക്കുന്നു. ഇതിനിടെ തളർന്നു വീണ തൃണമൂലിന്റെ യുവ MP മിതാലി ബാഗിനെ രാഹുൽ സ്വന്തം കരങ്ങളിൽ താങ്ങി നിർത്തുന്നതും രാജ്യം കണ്ടു. പവാർ, ഖാർഗെ, രാഹുൽ, അഖിലേഷ്, മഹുവ, പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കളെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ തെരുവും പോലീസ് ബസ്സുമെല്ലാം മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമായി. ബസ്സിൽ മഹുവ തളർന്നു വീണതടക്കമുള്ള നാടകീയ കാഴ്ചകൾ പിന്നെയും ഉണ്ടായി. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏറെ നേരം കസ്റ്റഡിയിൽ വെച്ച ശേഷം നേതാക്കളെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു ചെയ്തത്. കസ്റ്റഡിക്കിടയിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ അക്ഷോഭ്യനായി നിന്ന് BJP-യുടെ ഭരണഘടനാ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ഉറക്കെ സംസാരിക്കുന്ന ഖാർഗെയും അതിനിടയിൽ നമ്മൾ കണ്ടു. സംഭവബഹുലവും സംഘർഷഭരിതവുമായ ആ ദിവസത്തിനൊടുവിലാണ് ഖാർഗെ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ പ്രതിപക്ഷ നേതാക്കൾക്കായി വലിയൊരു അത്താഴ വിരുന്നൊരുക്കുന്നത്. വെറുതെ ഭക്ഷണം കഴിച്ച് പിരിയാനായി സംഘടിപ്പിച്ച ഒരു സംഗമം ആയിരുന്നില്ല അത്. തെരുവിൽ കത്തിജ്വലിച്ച സമരവീര്യം അണയാതെ ഇന്ത്യ സഖ്യത്തിന്റെ തലമുതിർന്ന നേതാക്കളെല്ലാം ഖാർഗെയുടെ ക്ഷണം സ്വീകരിച്ച് എത്തി. ഭരണഘടനാ തത്വങ്ങളെല്ലാം ലംഘിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന BJP-യുടെ കുടില നീക്കങ്ങൾക്കെതിരെയുള്ള താക്കീതായി ആ സംഗമം.
രാജ്യത്തിന്റെ ഭരണഘടനാ തത്വങ്ങളും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്ന ഐക്യ വിളംബരത്തോടെയും പ്രതിജ്ഞയോടെയുമായിരുന്നു ആ വിരുന്ന് സമാപിച്ചത്. പുതിയ വീറും വീര്യവും കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യ സഖ്യം. തെരുവിൽ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഇറങ്ങി BJPയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പുതിയ സമരമുഖം തുറക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. ഈ വീര്യം എത്ര നാൾ നീണ്ടു നിൽക്കും? രാജ്യത്തിന്റെ ഗതി മാറ്റുന്ന രാഷ്ട്രീയ മുന്നേറ്റമായി ഇത് കത്തിപ്പടരുമോ? കാത്തിരുന്നു കാണാം.